റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 23-ാം ഭാഗം. ഈ നൂറ്റാണ്ടിലും ഇതുപോലെയുള്ള ഗ്രാമങ്ങളുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് പാട്ടി. റാം പെരിയപുരം യാത്രയുടെ ഹാങ് ഓവർ മാറാത്ത രീതിയിൽ കട്ടിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഇതുപോലുള്ള തിരുട്ട് ഗ്രാമങ്ങൾ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും ഉണ്ട് മോനെ. ഇതൊക്കെ തന്നെയാണ് മിക്കയിടത്തെയും അവസ്ഥ. സംസ്ഥാനങ്ങൾക്കുള്ളിൽ സ്വന്തമായി രാജ്യമുണ്ടാക്കുന്നവരാ അവർ. നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ഇമാതിരി ഒരു പ്രശ്നങ്ങളുമില്ല. നിങ്ങൾ വേഗം കുളിച്ച് റെഡിയായി താഴേക്ക് വാ. എല്ലാവരും കൂടി ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക. 4 തരം പായസമൊക്കെയുണ്ട്. നിങ്ങളും ഒപ്പം കൂടും, നല്ല രസമായിരിക്കും. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. പാട്ടി സാരിത്തുമ്പ് അരയിലേക്ക് തിരുകിക്കൊണ്ട് താഴേക്ക് പോയി. അവരുടെ മുഖത്തെ ആവേശവും സന്തോഷവും കണ്ടപ്പോൾ റാമിൻ്റെയും ആനന്ദിയുടെ മനസ്സ് നിറഞ്ഞു. ആനന്ദി തൻ്റെ ബാഗ് തുറന്ന് പുതിയ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. റാം കട്ടിലേക്ക് മലർന്നു കിടന്നു. വെട്രി തൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ജനലരികിൽ പോയി നിന്ന് റേഞ്ച് ഇല്ലാത്തത് ഒരിക്കൽ കൂടി നോക്കി ഉറപ്പിച്ച ശേഷം നിരാശയോടെ അവർക്കൊപ്പം കട്ടിലിൽ വന്നിരുന്നു. ശരിക്കും നിങ്ങളവരെ കല്ലെറിഞ്ഞോ? എനിക്ക് കേട്ടിട്ട് അസൂയ തോന്നുന്നു. റാമിനെ നോക്കി രേഷ്മ ചോദിച്ചു. പിന്നെ അല്ലാതെ, ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവന്മാർ ഞങ്ങളെ എറിഞ്ഞു കൊന്നേനെ. റാം താൻ കടന്നു വന്ന സന്ദർഭങ്ങൾ ഓർത്തെടുക്കുമ്പോൾ പറഞ്ഞു. രേഷ്മ തനിക്ക് കല്ലേറിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ദുഃഖത്തോടെ ഇരുന്നു. അല്പസമയത്തിനകം ആനന്ദി കുളിച്ചിറങ്ങി. പിങ്കി നിറത്തിലെ പാവാടയുടെ കൂടെ കറുപ്പ് ബ്ലൗസും ഇട്ട് അതിനു മുകളിലായി ഇളം പച്ച നിറത്തിലെ ഷോൾ ചുറ്റി ഹാഫ് സാരിയായിരുന്നു വേഷം. റാമും വെട്രിയും രേഷ്മയും അവളെ അത്ഭുതത്തോടെ നോക്കി. ആദ്യമായിട്ടായിരുന്നു അവളെ അങ്ങനെയൊരു വേഷത്തിൽ അവരെല്ലാവരും കാണുന്നത്. തലമുടിയുടെ തുമ്പിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. അവൾ അവരെ ഒന്ന് നോക്കി പുഞ്ചിരിച്ച് മുടിത്തുമ്പ് അമർത്തി തുടച്ച് ടവൽ വരാന്തയിൽ വിരിച്ചു വന്നു. നിങ്ങൾ വരുന്നില്ലേ? ഞാൻ താഴേക്ക് പോകുക. ആനന്ദി 3 പേരെയും കൈവീശി കാണിച്ചു. എനിക്കും വേണം ഈ വേഷം, രേഷ്മ ചിണുങ്ങും പോലെ പറഞ്ഞു. ആനന്ദി തൻ്റെ ബാഗ് തുറന്ന് ചുവപ്പിൻ്റെയും മഞ്ഞയുടെയും കോമ്പിനേഷനുമുള്ള ഹാഫ് സാരിയുടെ മറ്റൊരു സെറ്റ് എടുത്ത് രേഷ്മയ്ക്ക് കൊടുത്തു. എനിക്കറിയാമായിരുന്നു നിനക്കിത് വേണ്ടി വരുമെന്ന്. അപ്പോൾ നിങ്ങൾ താഴോട്ട് വന്നേക്ക്, ഞാൻ അവിടെ കാണും. ആനന്ദി പടികൾ ഇറങ്ങിപ്പോയി. റാം ബാത്റൂമിലേക്ക് ഫ്രഷ് ആവാനായി കയറി. രേഷ്മ വെട്രിയുടെ സഹായത്തോടെ ഹാഫ് സാരി ചുറ്റാൻ ആരംഭിക്കുകയും ചെയ്തു. അവർ 3 പേരും താഴേക്കെത്തുമ്പോൾ വിശാലമായ അടുക്കളയിൽ ഒരു ഉത്സവം നടക്കുന്നത് പോലെ തോന്നി. ഒരു ഭാഗത്ത് അമ്മായിമാരും ചിറ്റമാരും ഒക്കെ കൂടി കറികൾ ഉണ്ടാക്കുന്നു. മറ്റൊരു ഭാഗത്ത് പുരുഷന്മാർ നിരന്നു നിന്ന് ഒരു ഡെസ്കിൽ പച്ചക്കറികൾ അരിയുന്നു. കുറേ കുട്ടികൾ നിലത്ത് പായ വിരിച്ചിരുന്ന് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പൊളിക്കുന്നു. 2 സ്ത്രീകൾ കൈക്കുഞ്ഞുങ്ങളുമായി ഇരിക്കുന്നു. അവരുടെ സമീപത്തു തന്നെ ഏകദേശം 90-ലെത്തി നിൽക്കുന്ന 2 മുത്തശ്ശിമാർ സന്തോഷത്തോടെ ഇരുന്ന് മുറുക്കാനിടിച്ചുകൊണ്ട് അതെല്ലാം വീക്ഷിക്കുന്നു. റാം നോക്കുമ്പോൾ ആനന്ദി പാട്ടിയുടെയും കൂട്ടരുടെയും കൂടെ പായസം ഉണ്ടാക്കുന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടു. ഒരു വലിയ ഉരുളിയിൽ തിളയ്ക്കുന്ന റോസ് നിറമുള്ള അരിപ്പായസം വലിയൊരു ചട്ടുകം കൊണ്ട് അവൾ ഇളക്കുകയാണ്. നോക്കി നിൽക്കാതെ ചെല്ലടി, രേഷ്മയെ വെട്രി അങ്ങോട്ടേക്ക് തള്ളിവിട്ടു. അവൾ സാരിത്തുമ്പ് മടക്കി എളിയിലേക്ക് തിരികിക്കൊണ്ട് പാട്ടിയും ആനന്ദിയും നിൽക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് അവർക്കൊപ്പം പായസം ഉണ്ടാക്കാൻ കൂടി. റാമും വെട്രിയും കൂടി പച്ചക്കറി അരിയുന്ന പാട്ടിയുടെ സഹോദരൻ്റെയും ടീമിൻ്റെയും ഒപ്പം ചേർന്നു. അടുക്കള കാഴ്ചകൾ കണ്ട് മുറുക്കാനിടിച്ചിരുന്ന മുത്തശ്ശിമാരിൽ ഒരാൾ ഒരു നാടൻ തമിഴ് പാട്ടിൻ്റെ വരികൾ പാടിത്തുടങ്ങി. തൊട്ടു പിന്നാലെ അടുത്ത മുത്തശ്ശിയും അത് ഏറ്റുപിടിച്ചു. പതിയെ പതിയെ ആ വരികൾ അവിടെ നിന്നിരുന്ന എല്ലാവരും പാടിത്തുടങ്ങി. റാമും വെട്രിയും കൂടി ഒരു പാത്രവും തവിയും എടുത്ത് വരികൾക്ക് താളം പിടിച്ചു. രേഷ്മയും ആനന്ദിയും അത് കണ്ട് പരസ്പരം നോക്കി ചിരിച്ചു. ഒടുവിൽ ആവേശം ജനിപ്പിക്കുന്ന 5ഓളം പാട്ടുകൾ മുത്തശ്ശിമാർ പാടി. പാട്ടുകൾ അവസാനിച്ചപ്പോൾ 10 കൂട്ടം കറികളും ചോറും 4 തരം പായസവും പലഹാരങ്ങളും തയ്യാറായി കഴിഞ്ഞിരുന്നു. തറവാടിൻ്റെ വാതിൽക്കൽ നീളം തിണ്ണയിലായി വാഴയുടെ തളിരിലകൾ നിരന്നു. പ്രായമായവരും കുട്ടികളും പുറത്ത് ജോലി ചെയ്തിരുന്നവരുമാണ് ആദ്യം ഇരുന്നത്. ബാക്കിയുള്ളവർ എല്ലാവരും ചേർന്ന് അവർക്ക് ആഹാരം വിളമ്പി. റാമും വെട്രിയും ആനന്ദിയും രേഷ്മയും അവർക്കൊപ്പം വിളമ്പാൻ കൂടി. ഒടുവിൽ നിറഞ്ഞ സന്തോഷത്തോടെ ബാക്കിയുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത ശേഷം സ്ത്രീകളും പുരുഷന്മാരും 2 ടീമുകളായി തിരിഞ്ഞ് അന്താക്ഷരി കളിച്ചു. എല്ലാ കൊല്ലവും പോലെ പുരുഷന്മാരെ തോൽപ്പിച്ച് സ്ത്രീകൾ തന്നെ ജയിച്ചു. വെട്രിക്കും രേഷ്മയ്ക്കും റാമിനും ആനന്ദിക്കും ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു അത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ 4 പേരും ആ കുടുംബത്തിലെ അംഗങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നു. വൈകിട്ട് എല്ലാവരും കൂടി തിരുവീഴ നടക്കുന്ന കാളിയമ്മൻ കോവിലിലേക്ക് പുറപ്പെട്ടു. ഗ്രാമപാതയിലൂടെയും വയൽവരമ്പിലൂടെയുമെല്ലാമായിരുന്നു അവരുടെ യാത്ര. വെട്രിയും റാമും ചെറിയ കുട്ടികളെ തോളിലും മറ്റിലുമായി എടുത്തുകൊണ്ട് നടന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപായിരുന്നുവെങ്കിൽ ഈ സമയത്ത് ഈ വഴി ഇതുപോലെ നടക്കാൻ പറ്റില്ലായിരുന്നു. കറുപ്പസ്വാമി കോവിലിലേക്ക് പോകുന്ന സമയമായിരുന്നു ഇത്. നടത്തത്തിനിടയിൽ മദൻ അങ്കിൾ വെട്രിയോടും റാമിനോടും പറഞ്ഞു. കറുപ്പസ്വാമിയോ? അതാരാ? റാം സംശയത്തോടെ ചോദിച്ചു. അത് ഓരോ ഗ്രാമങ്ങളുടെയും കാവൽ ദൈവമാണ്. തിരുവിഴ നടക്കുന്ന ദിവസം
കുറച്ചകലെയുള്ള ഒരു ആൽമരച്ചുവട്ടിൽ പണ്ടൊക്കെ ഒരു പ്രത്യേകതരം പൂജ നടന്നിരുന്നു. പൂജയ്ക്കിടയിൽ അവിടെ കൂടി നിൽക്കുന്ന പുരുഷന്മാരിൽ ആരുടെയെങ്കിലും ദേഹത്ത് കറുപ്പസ്വാമി കയറും. കറുപ്പസ്വാമിയുടെ ആയുധങ്ങൾ അരിവാളും ഗദയും ചങ്ങലയും ഒക്കെയാണ്. ദൈവം കയറിയ ആൾ അതൊക്കെയായി നേരെ കോവിലേക്ക് തുള്ളിത്തുള്ളി നടക്കും. അത് ഈ ഗ്രാമത്തിലെ ഏതു വഴിയിലൂടെയുമാകാം. വഴിയിൽ ആരെങ്കിലും അബദ്ധവശാൽ കുറുകെ ചാടിയാൽ ഒന്നുകിൽ അരിവാളിന് വെട്ടും, അല്ലെങ്കിൽ ഗദയ്ക്കടിക്കും. മദനങ്കിൾ പറഞ്ഞത് കേട്ട് റാം അത്ഭുതത്തോടെ അയാളെ നോക്കി. എന്നിട്ട് എന്തു പറ്റാൻ? 2001 ഇതുപോലെ കറുപ്പസ്വാമി കയറിയ ഒരാൾ വയലിൽ പണി ചെയ്തു കൊണ്ടിരുന്ന 4 സ്ത്രീകളെ ഓടിച്ചിട്ട് വെട്ടി. അത് വലിയ കേസും വഴക്കുമൊക്കെയായി. അതോടുകൂടി കറുപ്പസ്വാമിയുടെ ആ പൂജ കോടതി ഇടപെട്ട് നിർത്തിച്ചു. അയാൾ പറഞ്ഞു നിർത്തി. ഹോ, വല്ലാത്ത ജാതി കാവൽ ദൈവം തന്നെ, റാം പറഞ്ഞു. അരമണിക്കൂർ നടത്തത്തിനൊടുവിൽ അവർ കാളിയമ്മൻ കോവിലിലേക്ക് എത്തിച്ചേർന്നു. മദനങ്കിൾ പറഞ്ഞതിനും അപ്പുറമായിരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങൾ. കോവിലിൻ്റെ ഒരു ഭാഗത്തായി മൊത്തം തീക്കനൽ കൊണ്ടുള്ള പരിപാടികളായിരുന്നു. കുറേ പുരുഷന്മാർ വരിവരിയായി കൂട്ടിയിട്ടിരിക്കുന്ന തീക്കനലിന് മുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരിടത്ത് കൂട്ടിയിട്ട തീക്കനൽ ചെറിയ മൺചട്ടികളിൽ വാരി കൈവെള്ളയിൽ പിടിച്ചുകൊണ്ട് കോവിലിനെ വലം വയ്ക്കുന്ന സ്ത്രീകൾ. പിന്നെ കുറേ സ്ത്രീകൾ ആര്യവേപ്പിൻ്റെ ഇലകൾ കയ്യിലേന്തി മുടിയുലച്ചാടുന്നു. ഇതൊക്കെ ആദ്യമായി നേരിൽ കാണുന്ന റാമിന് അതിനോടൊക്കെ പ്രത്യേക കൗതുകം തോന്നി. കോവിലിനരികിലെ കൊയ്ത്തു കഴിഞ്ഞു കിടക്കുന്ന വിശാലമായ പാടത്തായിരുന്നു ബാക്കി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. വെടിക്കെട്ടും ദൈവവേഷങ്ങളുടെ കോലം കെട്ടിയ ആട്ടവും അമ്മൻകുടവും മയിലാട്ടവും തകിലടി മേളവും ഒക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഒരു ഭാഗത്ത് തൊട്ടിലാട്ടവും കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാവിധ സാമഗ്രികളും ഒക്കെയുണ്ട്. ആനന്ദിയും രേഷ്മിയും അവർക്കൊപ്പമുള്ള പെൺകുട്ടികളുമായി അവിടെയാകെ ചുറ്റി നടന്നു. റാമും വെട്രിയും കൂടി തകിലടി മേള നടക്കുന്ന ഭാഗത്ത് ആടിപ്പാടുന്നവരോടൊപ്പം ചേർന്ന് തകർത്താടി. വൈകാതെ അതെല്ലാം നോക്കി നിന്നിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനങ്ങളെല്ലാം മേളം മുറുകിയപ്പോൾ ഒന്നിച്ച് നൃത്തം ചെയ്യുവാൻ ആരംഭിച്ചു. കോലൈസ് കഴിച്ചുകൊണ്ട് നിന്നിരുന്ന ആനന്ദിയും രേഷ്മയെയും പെൺകുട്ടികളെയും പാട്ടി വിളിച്ചുകൊണ്ടുപോയി ആഘോഷം നടക്കുന്നിടത്തേക്ക് തള്ളിവിട്ടു. ഐസൊക്കെ ദൂരെ കളഞ്ഞ് അവരും ബാക്കിയുള്ളവർക്കൊപ്പം ആടിത്തിമിർത്തു. റാമും ആനന്ദിയും വെട്രിയും രേഷ്മിയും തോളിൽ കൈകളിട്ട് വട്ടം ചുറ്റി ചുവട് വെച്ചു. അവർക്കിടയിലേക്ക് അവർ പാട്ടിയെയും പിടിച്ചു കയറ്റി. വൈകാതെ മദനങ്കിളും ഭാര്യ സരസ്വതിയും അമ്മായിമാരും ചിറ്റപ്പന്മാരും ചിറ്റമാരും അവരുടെ മക്കളുമെല്ലാം ചേർന്നു. അവർക്കൊപ്പം ആ നാട്ടിലെ ആളുകളെ കൂടി ചേർന്നപ്പോൾ അതൊരു വലിയ മനുഷ്യവൃത്തമായി മാറി. വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് മേളക്കാരും ഡ്രം അടിക്കുന്നവരും തകർത്തു കൊട്ടി. ചെറിയ കുട്ടികളും ചില പെൺകുട്ടികളും അച്ഛനമ്മമാരുടെ സന്തോഷം കണ്ട് വൃത്തത്തിന് നടുവിൽ നൃത്തം വെച്ചു. മേളം മുറുകി അവസാനിച്ചപ്പോൾ അവരെല്ലാവരും ഉച്ചത്തിൽ ആരവങ്ങൾ മുഴക്കി പരസ്പരം കെട്ടിപ്പിടിച്ചും മുത്തം നൽകിയുമൊക്കെ തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു. ആ നൃത്തത്തിന് തുടക്കം കുറിച്ചവർ എന്ന നിലയിൽ റാമും ആനന്ദിയും രേഷ്മയും വെട്രിയും ഒരുപാട് സന്തോഷിച്ചു. സുണ്ടക്കഞ്ഞി വേണോ? മദനങ്കിൾ റാമിനോടും വെട്രിയോടും ചോദിച്ചു. അതെന്ത് കഞ്ഞി? റാം അത്ഭുതത്തിൽ ചോദിച്ചു. ഡാ, അതീ വൈനൊക്കെ കെട്ടിവയ്ക്കും പോലെ കഞ്ഞി മണ്ണിൽ കുഴിച്ചിട്ടുണ്ടാക്കുന്നതാ. കേട്ടിട്ടുള്ളതല്ലാതെ ഞാനും കഴിച്ചിട്ടില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ? വെട്രി റാമിനോട് ചോദിച്ചു. ഡീൽ. മദനങ്കിളിനെ നോക്കി റാം ചിരിച്ചു. അവരിരുവരെയും കൂട്ടി മദനങ്കിളും സുമൻ എന്നു പേരുള്ള ഒരു ചിറ്റപ്പനും കോവിലിനരികിലുള്ള കരിമ്പ് പാടത്തിന് നടുവിലൂടെ നടന്ന് ഒരു പുൽക്കുടിലെത്തി. അവിടെ വെള്ളമുണ്ടും ഷർട്ടുമൊക്കെ ധരിച്ച 5-6 പേർ ചെറിയ മൺകുടത്തിലായി സുണ്ടക്കഞ്ഞി കുടിക്കുന്നുണ്ടായിരുന്നു. ഓയ് പാട്ടി, 4 സുണ്ടക്കഞ്ഞി, മദനങ്കിൾ വിളിച്ചു പറഞ്ഞു. കുടിലിനുള്ളിൽ നിന്നും 80 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ബ്ലൗസ് ഇടാതെ ചേല മാത്രം ചുറ്റി കാതിൽ തൂക്കമുള്ള സ്വർണ്ണക്കമ്മലിട്ട് അല്പം കൂനുള്ള ഒരു വയസ്സത്തുള്ള പുറത്തേക്ക് വന്ന് മദനങ്കിളിനെ സൂക്ഷിച്ചു നോക്കി. ശേഷം ആളെ മനസ്സിലായ തരത്തിൽ പുകയിലക്കറിയുള്ള പല്ലു കാട്ടി ചിരിച്ചു. എന്നിട്ട് അകത്തേക്ക് നടന്നുപോയി. ആ കുടിലിൻ്റെ മുറ്റത്ത് കിടന്നിരുന്ന കയറാൽ നെയ്ത കട്ടിലിൽ അവർ 4 പേരും ഇരുന്നു. പഴക്കമുള്ള ആ കട്ടിൽ ഒടിയുമോ എന്ന സംശയത്തിൽ റാം താഴേക്ക് നോക്കുന്നതിനിടയിൽ പാട്ടി 4 കുടങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് 4 പേർക്കും കൊടുത്തു. വെട്രിയും റാമും കൂടി ചിയേഴ്സ് പറയും പോലെ കുടങ്ങൾ തമ്മിൽ ചെറുതായി മുട്ടിച്ചിട്ട് സുണ്ടക്കഞ്ഞി ഓരോ കവിൾ കുടിച്ചു നോക്കി. ചെറിയ പുളിപ്പുണ്ടായിരുന്നുവെങ്കിലും ഒരു പ്രത്യേക രുചി അതിനുണ്ടായിരുന്നു. ഒറ്റക്കൂടത്തിൽ അവർ 2 പേരും സുണ്ടക്കഞ്ഞി കൂടി അവസാനിപ്പിക്കുമെന്ന് കരുതിയ മദനങ്കിളിന് തെറ്റുപറ്റിയെന്ന് ഒരു ഘട്ടത്തിൽ മനസ്സിലായി. സുമൻ ചിറ്റപ്പനും മദനങ്കിളും 2 കുടം വീതം കുടിച്ചപ്പോൾ റാമും വെട്രിയും കൂടി 4 കുടം സുണ്ടക്കഞ്ഞി കുടിച്ചിട്ട് 5-ാമത്തെ കുടത്തിന് വേണ്ടി ചോദിച്ചു. സമയം പോയത് അവരറിഞ്ഞില്ല. കോവിലിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങാനായി മദനങ്കിളിനെ കുടുംബത്തിലെ ഓരോരുത്തരായി വിളിച്ചു തുടങ്ങി. അവരോട് വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ട അയാൾ ആ കയറക്കട്ടിലിൽ അടിച്ചു പൂസായി കിടക്കുന്ന റാമിനെയും വെട്രിയെയും നോക്കി താടിക്ക് കൈയും കൊടുത്തിരുന്നു. ചിറ്റപ്പന് സുണ്ടക്കഞ്ഞി വിൽക്കുന്ന ആ പാട്ടിയും അതേ ഇരിപ്പിരുന്നു. കുടുംബാംഗങ്ങളുമൊത്ത് വീടിൻ്റെ തിണ്ണയിലിരുന്ന് പഴയ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു പാട്ടിയും രേഷ്മയും ആനന്ദിയും. രേഷ്മയും ആനന്ദിയും ഒരു കാഴ്ച കണ്ട് ഒരുപോലെ വാപുത്തി പിടിച്ചു. മദനങ്കിളും സുമൻ ചിറ്റപ്പനും റാമിനെയും വെട്രിയും മുതുകിൽ കയറ്റിക്കൊണ്ട് കിതച്ച് നടന്നു വരുന്നു. മദനങ്കിളും ചിറ്റപ്പനും കൂടി ഇരുവരെയും തിണ്ണയിലായി കൊണ്ടുവന്ന് കിടത്തി. ബാക്കിയുള്ളവർ എന്തോ അപകടം പറ്റിയത് നോക്കും പോലെ
അവർക്ക് ചുറ്റും തടിച്ചുകൂടി. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും മുൻപേ ചിറ്റപ്പൻ കയറി പറഞ്ഞു, പേടിക്കണ്ട, സുണ്ടക്കഞ്ഞി കുടിച്ചതാ. മദനങ്കിളിന് പാട്ടിയായിരുന്നു ഭയം. പക്ഷേ അത് കേട്ടതും എല്ലാവർക്കും മുന്നേ ആദ്യം ചിരിച്ചത് പാട്ടിയായിരുന്നു. വേഗം പോയി മോര് കൊണ്ടുവാ സരസ്വതി, പാട്ടി നാത്തൂനോട് പറഞ്ഞു. സരസ്വതിയും മറ്റൊരു സ്ത്രീയും കൂടി 2 പാത്രങ്ങളിലായി മോര് കൊണ്ടുവന്നു. രേഷ്മയും പാട്ടിയും ആനന്ദിയും കൂടി ഇരുവരെയും മോര് കുടിപ്പിച്ച് 10-15 മിനിറ്റുകൾക്കകം ഇരുവരും സ്വബോധം തിരിച്ചു കിട്ടി. ബോധം വന്നപ്പോൾ ചുറ്റും കൂടി നിന്ന് അടക്കിപ്പിടിച്ചിരിക്കുന്ന എല്ലാവരെയും കണ്ട് റാമും വെട്രിയും പരസ്പരം ചമ്മലോടെ നോക്കി. ഒടുവിൽ കിളി പോയവരെ പോലെ എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരിരുവരും കിടക്കാനായി മുറികളിലേക്ക് പോയി. മുകളിലേക്കുള്ള കോണിപ്പടികൾ കയറുമ്പോൾ സുണ്ടക്കഞ്ഞി എഫക്റ്റ് മൂലം പടികളിൽ കുനിഞ്ഞു നിന്ന് കൈ തൊട്ടുകൊണ്ടാണ് ഇരുവരും മുകളിലേക്ക് കയറിപ്പോയത്. ആനന്ദിയും രേഷ്മയും കട്ടിലിലും റാമും വെട്രിയും നിലത്ത് വിരിച്ചിരുന്ന കിടക്കയിലുമാണ് കിടന്നത്. പിറ്റേന്ന് രാവിലെ മുതൽ ഓരോരുത്തരായി ആ വീട്ടിൽ നിന്നും വിട പറഞ്ഞു തുടങ്ങി. ഉച്ചയ്ക്ക് 2:30-ക്കുള്ള രാമേശ്വരം ഭുവനേശ്വർ എക്സ്പ്രസ്സിലായിരുന്നു അവർ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിരുന്നത്. ഏകദേശം 11 മണിയോടെ അവർ 5 പേരും ആ വീട്ടിൽ മിച്ചമുണ്ടായിരുന്ന അംഗങ്ങളോടെല്ലാം യാത്ര പറഞ്ഞിറങ്ങി. അടുത്ത വർഷത്തെ തിരുവഴിക്കും പാട്ടിയോടൊപ്പം വരണമെന്ന് പറഞ്ഞ് ബന്ധുക്കൾ അവരെ നിർബന്ധിച്ചു. 11:30-ക്ക് ഒരു ബസ് അല്ലിഗ്രാമത്തിൽ നിന്ന് തഞ്ചാവൂരേക്ക് പുറപ്പെടുന്നുണ്ടായിരുന്നു. മദനങ്കിൾ അവരെ 5 പേരെയും അയാളുടെ ട്രാക്ടറിലേക്ക് കയറ്റി ബസ് ഡിപ്പോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റാമും വെട്രിയും ബസ്സിൽ കയറും മുൻപ് മദനങ്കിളിനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. പിള്ളേരെ, സുണ്ടക്കഞ്ഞി പോലെ വേറൊരു ഐറ്റമുണ്ട്, അടുത്ത വർഷം നമുക്കത് ട്രൈ ചെയ്യാം, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ പൊന്നങ്കിളെ, ഞങ്ങളില്ലേ? റാമും വെട്രിയും അയാളെ തൊഴുതു കാട്ടി. വൈകാതെ അല്ലിഗ്രാമത്തിൽ നിന്നും അവരെയും വഹിച്ചുകൊണ്ട് ആ ബസ് തഞ്ചാവൂർ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. മദനങ്കിൾ കൺമുന്നിൽ നിന്നും മറയും വരെ വിൻഡോയിലൂടെ അവർ 4 പേരും അയാളെ കൈവീശി കാട്ടി. 1:45 പാട്ടിയും കൂട്ടരും തഞ്ചാവൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നു. അവിടെ നിന്നും ഒരു ഓട്ടോയിൽ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. ബസ് സ്റ്റാൻഡിൽ നിന്നും ഭക്ഷണം കഴിച്ചാലോ എന്ന് വെട്ടു ചോദിച്ചെങ്കിലും അങ്ങോട്ടേക്ക് വരുമ്പോഴുണ്ടായ അനുഭവം മൂലം കഴിവതും നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നും കഴിക്കാമെന്നായിരുന്നു പാട്ടി. ഓട്ടോ ധനശ്രീ ലോഡ്ജിൻ്റെ മുന്നിലൂടെ കടന്നു പോരുമ്പോൾ ആനന്ദി അവിടേക്ക് എത്തി നോക്കി. റിസപ്ഷനിലായി ആ വൃദ്ധൻ്റെ ഭാര്യ ലോഡ്ജിലേക്ക് ആരെങ്കിലും വന്നേക്കുമെന്ന പ്രതീക്ഷയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് അവൾ കണ്ടു. ആ ഓട്ടോ വാഗമരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഇടറോഡിലൂടെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. ആ റോഡ് എത്തിയപ്പോൾ ആനന്ദി റാമിനെ ഒന്ന് നോക്കി. റാം അവളെയും നോക്കി ചിരിച്ചു. ശേഷം അവർ രാത്രിയിൽ ഒന്നിച്ചിരുന്ന ആ ഇരുമ്പ് ബെഞ്ചിലേക്ക് നോക്കി. റോഡിലെ തിരക്ക് താണ്ടി അവരുടെ ഓട്ടോറിക്ഷ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ സമയം 2 മണിയായിരുന്നു. പാട്ടിയുടെ വീട്ടിൽ നിന്നും സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിച്ച ശേഷം റെയിൽവേ സ്റ്റേഷൻ ക്യാൻറ്റീനിൽ നിന്നും കഴിച്ചിട്ട് റാമിനും ആനന്ദിക്കും വെട്രിക്കും രേഷ്മയ്ക്കും അത്ര തൃപ്തി വന്നില്ല. രാമേശ്വരം ഭുവനേശ്വർ ട്രെയിൻ 20 മിനിറ്റുകൾ വൈകി ഓടുന്നുവെന്ന് അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ കോച്ച് പൊസിഷൻ നോക്കി അതിനരികിലുള്ള ബെഞ്ചിലായി അവർ 5 പേരും ഇരിപ്പുറപ്പിച്ചു. എങ്ങനെയുണ്ടെൻ്റെ നാട്? പാട്ടി റാമിനെയും വെട്രിയും ആനന്ദിയെയും രേഷ്മയും നോക്കി ചോദിച്ചു. കഴിഞ്ഞ വർഷമേ ഇവിടെ വരേണ്ടതായിരുന്നു, വെട്രി നെടുവീർപ്പിട്ടു. ഇനി എല്ലാ വർഷവും പാട്ടിയോടൊപ്പം ഞങ്ങളും വരും കേട്ടല്ലോ, രേഷ്മ ആവേശത്തിൽ പറഞ്ഞു. അതാ ഞാനും നിങ്ങളോട് പറയാൻ വന്നത്. നിങ്ങൾ 4 പേരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇപ്പോഴത്തെ ഏക ഘടകം ഞാനും ചെന്നൈയിലെ എൻ്റെ ആ വീടുമല്ലേ. ഭാവിയിൽ ഒരു പക്ഷേ നിങ്ങൾ പല വഴിക്ക് പിരിഞ്ഞു പോയേക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എനിക്ക് ഒരു വാക്ക് തരണം. എത്ര തിരക്കായാലും എല്ലാ വർഷവും ഇതുപോലെ അല്ലിഗ്രാമത്തിലെ തിരുവഴിക്ക് നിങ്ങൾ 4 പേരും പങ്കെടുക്കുമെന്ന്. ഞാൻ ഇല്ലാതായാലും എൻ്റെ മക്കൾ വർഷത്തിലൊരിക്കലെങ്കിലും ഒന്നിച്ചു കൂടുന്നതും എന്നെ ഓർക്കുന്നതും എൻ്റെ വലിയൊരാഗ്രഹമാണ്. എനിക്ക് വാക്ക് താ. ഞാൻ ഇല്ലാതായാലും നിങ്ങൾ 4 പേരും ഭൂമിയിൽ എവിടെയാണെങ്കിലും വർഷാവർഷം അല്ലിഗ്രാമത്തിൽ വെച്ച് കണ്ടുമുട്ടുമെന്ന്. പാട്ടി കൈവെള്ള മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചു. അതിലാദ്യം പിടിച്ചത് റാമായിരുന്നു. തുടർന്ന് വെട്രിയും രേഷ്മയും ഏറ്റവും ഒടുവിലായി ആനന്ദിയും കൈകൾ വെച്ചു. പാട്ടി സന്തോഷം കൊണ്ട് അവർ 4 പേരെയും ചേർത്ത് പിടിച്ചു. ട്രെയിൻ 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നുവെന്ന അനൗൺസ്മെൻറ്റ് മുഴങ്ങിക്കേട്ടതും അവർ ബാഗുകളുമായി ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റു. ബസ്സിലും ട്രെയിനിലുമൊക്കെയായി പാതി ദിവസത്തോളം നീണ്ടുനിന്ന യാത്രയിൽ അവർ 5 പേരും ക്ഷീണിതരായിരുന്നു. രാത്രി 10 മണിയോടെ ട്രെയിൻ എഗ്മോർ സ്റ്റേഷനിലെത്തിയതും വെട്രി ഒരു ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തു. ആനന്ദിയുടെ വണ്ടി പാർക്കിങ്ങിലായതിനാൽ അത് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് റാം ചാവിയും വാങ്ങിപ്പോയി. ചെന്നൈയിലെ ഞായറാഴ്ചത്തെ ബ്ലോക്ക് അതികഠിനമായിരുന്നു. 1 മണിക്കൂറോളം എടുത്തു അവർ വീട്ടിലേക്കെത്താൻ. അപ്പോഴേക്കും റാം ലൂണയുമായി ഗേറ്റിന് വെളിയിലെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. സമയം അത്രയുമായതിനാൽ നാളെ രാവിലെ അവിടെ നിന്നും കോളേജിൽ പോയതിനു ശേഷം വീടുകളിലേക്ക് പോകാമെന്ന തീരുമാനത്തിൽ റാമും രേഷ്മയും എത്തിച്ചേർന്നു.